ഹലോ ഗായ്സ് മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ വീഡിയോസ് ഒന്നും അല്ലാതെ വന്നിരുന്നില്ല, കുറച്ച് തിരക്കിൽ വിട്ടുപോയി. അതുകൊണ്ടാണ്. ആരും ഒന്നും വിചാരിക്കണ്ട, ദേഷ്യമൊന്നും വിചാരിക്കരുത്. അപ്പോൾ നമ്മൾ അറിയാം, നമ്മുടെ ചാനലിൻ്റെ മെയിൻ വീഡിയോസ് എന്ന് പറയുന്നത് യൂസ്ഡ് വെഹിക്കിൾ, യൂസ്ഡ് ഓട്ടോറിക്ഷ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിലൂടെ ഒരുപാട് വണ്ടികൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലതും പണികൾ കഴിപ്പിച്ചിട്ടുള്ളതുമായ, അല്ലെങ്കിൽ കസ്റ്റമറൊക്കെ നിർത്തിയിട്ടുള്ള അതേ കണ്ടീഷനിലുള്ളതുമായിട്ടുള്ള ഒരുപാട് വണ്ടികൾ നമ്മളെ ചാനലിൽ നിലവിൽ കാണിച്ചിട്ടുണ്ട്, ഇനി കാണിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പുത്തനത്താണിൽ നിന്ന് ചുങ്കത്ത് പോകുന്ന വഴിയിലുള്ള നമ്മുടെ നാഷണൽ യൂസ്ഡ് വെഹിക്കിൾസിലാണ്. ഇവിടെ അത്യാവശ്യം പണിയൊക്കെ കഴിപ്പിച്ചിട്ട് നല്ല കുട്ടപ്പന്മാരാക്കി നിർത്തിയിട്ടുള്ള വണ്ടികളാണ് നമുക്ക് നിലവിൽ കാണിക്കാനുള്ളത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ മുത്തുമണികളെ, നമ്മുടെ പിയാജിയോൻ്റെ വലിയ വണ്ടി, നമ്മുടെ ആപ്പ വാഹനം പാസഞ്ചർ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയാണ്. കംപ്ലീറ്റ് പണികളൊക്കെ കഴിപ്പിച്ച് പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ തീർത്ത് ബോഡി ഇറക്കി നമ്മളെ പെയിൻറ്റിങ്ങും അതുപോലെ വുഡിൻ്റെ വർക്കുകളും സീറ്റ് വർക്കും ഒക്കെ കഴിഞ്ഞ് കുട്ടപ്പനാക്കി നിർത്തിയിട്ടുള്ള വണ്ടിയാണ്. 2014 മോഡൽ KL14 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടിയാണിത്. ഇതിന് ഒരു വർഷത്തോളം പേപ്പറുള്ള വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 2,20,000 വണ്ടികളെ നമ്മുടെ എല്ലാ സമയത്തും ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് ബജാജിൻ്റെ കുട്ടി ഡീസൽ. ഇതും കംപ്ലീറ്റ് വർക്കൊക്കെ കഴിപ്പിച്ച് പേച്ച് വർക്ക്, അതുപോലെ പെയിൻറ്റിങ്, വുഡ് വർക്കുകൾ, സീറ്റ് നമ്മുടെ നോർമൽ കസ്റ്റമറൊക്കെ നിർത്തിയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല സീറ്റൊക്കെ തന്നെയാണ്. ബാക്കി എല്ലാ വർക്കുകളും കഴിപ്പിച്ചിട്ട് നിലവിൽ കുട്ടപ്പനാക്കി നിർത്തിയിട്ടുള്ള വണ്ടിയാണ്. എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹോൺ, അതുപോലെ ബമ്പറുകൾ, വീൽ കപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വണ്ടി തന്നെയാണ്. ഇതിൻ്റെ മോഡൽ 2012 KL20 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ബജാജിൻ്റെ കുട്ടി ഡീസലാണ്. ഇതിന് നമുക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്. ഇതിൽ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു റേറ്റ് കേട്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന വിലയാണ്. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ 2012 മോഡൽ 1,00,000 രൂപയാണ് ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത്. അടുത്തത് ഏറ്റവും വലിയ വണ്ടി വേണ്ട, ഏറ്റവും ചെറിയ വണ്ടി വേണ്ട, അങ്ങനെയുള്ളവർക്ക് പറ്റിയ നല്ലൊരു ബജാജിൻ്റെ വണ്ടിയാണിത്. ബജാജ് മാക്സിമ Z എന്ന് പറയുന്ന വണ്ടിയാണ്. നമ്മുടെ ബജാജിൻ്റെ തന്നെ മീഡിയം സൈസിൽ നിൽക്കുന്ന വണ്ടിയാണിത്. ഇത് 2018 മോഡലാണ്. 2019 3-ാം മാസം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടിയാണിത്. ഇത് കംപ്ലീറ്റ് പാച്ച് വർക്കൊക്കെ തീർത്ത് വുഡ് വർക്ക്, സീറ്റ് വർക്കൊക്കെ പുതിയത് ചെയ്തു വെച്ചിട്ടുള്ള വണ്ടിയാണ്. പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇൻറ്റീരിയർ വർക്കൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പുതിയ വർക്കാണ്. അതിൻ്റെ ഒരു വൃത്തി എന്തായാലും കാണാൻ തന്നെ ഉണ്ട്. ഇത് 2018-19 3-ാം മാസം മോഡൽ വണ്ടിയാണിത്. ഇതിന് പേപ്പർ ഒരു വർഷത്തെ ഫുള്ള് എടുത്ത് കൊടുക്കുന്നതാണ്. ഇതിന് നമുക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 2,20,000 അടവ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ സെറ്റാക്കുന്നുണ്ട്. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വില കെട്ട് പേടിക്കേണ്ട. നമ്മുടെ അടുത്തതും ബജാജിൻ്റെ ഒരു കുട്ടി ഡീസൽ തന്നെയാണ്. നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടി ഏറ്റവും പുതിയ വണ്ടി എങ്ങനെയാണ് ഉണ്ടാവുക, ആ ഒരു കണ്ടീഷനാണ് വണ്ടീൻ്റെ ബോഡിയൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. എൻജിൻ മാത്രമേ പഴയതുള്ളൂ, ബാക്കിയെല്ലാം നമുക്കൊരു പുതിയ വണ്ടി എടുക്കുന്നത് എങ്ങനെയാണോ ആ ഒരു കണ്ടീഷനിൽ എടുക്കാം. 2012 മോഡലാണ്. പക്ഷേ കണ്ടാൽ ഒരിക്കലും ഇത് അത്രയും പഴക്കമുള്ളൊരു വണ്ടിയെന്ന് പറയില്ല. 2012 മോഡൽ ബോഡിയൊക്കെ ഇറക്കിയിട്ട് കംപ്ലീറ്റ് പാച്ച് വർക്ക്, പെയിൻറ്റിങ്, സീറ്റ് വർക്കുകൾ, ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഡിസൈനൊക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹാൻഡിലിൽ ഇടുന്ന പിടുത്തം അടക്കം കൊടുത്തിട്ടുണ്ട്. വീൽ കപ്പ് ആണെങ്കിലും നമ്മുടെ ഹോൺ ആണെങ്കിലും റൂട്ട്സിൻ്റെ ഹോണ്, അതുപോലെ തൂണുകൾ, വീൽ കപ്പുകൾ, ബാക്കത്തെ ബമ്പറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു വണ്ടിയാണ്. 2012 മോഡൽ വരുന്നത്. ഇതും പുതിയ പേപ്പർ എടുത്ത് കൊടുക്കുന്നതാണ്. വണ്ടിക്ക് ചോദിക്കുന്ന വില 1,20,000. അതുപോലെ ഇതേ മോഡൽ തന്നെ നമുക്ക് പ്രൈവറ്റ് എടുക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. എല്ലാവരും ടാക്സിക്ക് തന്നെ ഉള്ളവരല്ലല്ലോ. അപ്പോൾ പ്രൈവറ്റ് എടുക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. 2012 മോഡൽ തന്നെയാണ് ഈ ഒരു വണ്ടിയും വരുന്നത്. ഇതും കംപ്ലീറ്റ് ബോഡിയൊക്കെ ഇറക്കിയിട്ട് ഫുള്ള് പാച്ച് വർക്ക്, പെയിൻറ്റിങ്, സീറ്റ് വർക്കുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള വണ്ടിയാണ്. ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളതാണ്. സീറ്റ് വർക്ക് പറഞ്ഞ ഒരു പ്രത്യേക ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സാധാ മറ്റു വണ്ടികൾ കാണുന്നത് പോലെയല്ല, ഒരു ബ്രൗൺ കളർ സീറ്റ് കവറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ റൂട്ട്സിൻ്റെ ഓൺ, വീൽ കപ്പുകൾ, സൈഡ് ബമ്പറുകൾ, മിറർ നമ്മളെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വരുന്ന ആ ഒരു മോഡലാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ വരുന്ന ആ ഒരു പൈപ്പ്, ബാക്കിലെ ബമ്പറൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള. ഇനി ഒന്നും ചെയ്യേണ്ട, നമുക്ക് കണ്ട് കൊണ്ടുപോയി ഓടിയാൽ മതി. ഒരു 4-5 കൊല്ലം പാച്ച് വർക്കും കൂടെ നോക്കാതെ നമുക്ക് ഓടാം. അത്രയും അതിന് പറ്റിയ വണ്ടിയാണ്. 2012 മോഡൽ നിൽക്കുന്ന ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത് 1,15,000 നെഗോഷ്യബിൾ ആണ്. അപ്പോൾ മുത്തുമണികളെ, അതുപോലെ നമുക്കൊരു 2013 ഒരു വർഷം കൂടെ കൂടിയതാണ്. നേരത്തെ നമ്മൾ 2012 കണ്ടത്. ഇത് 2013 മോഡൽ കംപ്ലീറ്റ് നേരത്തെ കണ്ടതേപോലെ തന്നെ കംപ്ലീറ്റ് ബോഡിയൊക്കെ ഇറക്കിയിട്ട് പാച്ച് വർക്ക്, അതുപോലെ ഇൻറ്റീരിയർ, സീറ്റ് വർക്ക് എല്ലാം ചെയ്ത് വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് ഒരു 5-6 വർഷത്തിൽ നമുക്ക് കുറച്ചൊരു വൃത്തിയിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ പാച്ച് വർക്ക് പോലും നോക്കേണ്ട ആവശ്യമില്ല. അത്രയും വൃത്തിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2013 മോഡലാണ്. ഒരു വർഷത്തെ കംപ്ലീറ്റ് പേപ്പറും എടുത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി.
കംപ്ലീറ്റ് വർക്ക് ചെയ്ത കാരണം തന്നെ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം. വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1,40,000 നെഗോഷ്യബിൾ ആണ്. അടവിന് വണ്ടി ഇവിടെ നിന്ന് റെഡിയാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ മുത്തുവണ്ടികളെ നമ്മുടെ ഷോപ്പിൻ്റെ ഒരു പരിമിതി കൊണ്ട് തന്നെ വണ്ടികളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ നിലവിലുള്ള വണ്ടികളില്ല എന്നല്ല, വണ്ടികൾ നിലവിൽ ഗോഡൗണിൽ കിടക്കുന്ന വണ്ടികളുണ്ട്. ഇപ്പോൾ നിലവിൽ പണി കഴിഞ്ഞിട്ടുള്ളതിലെ ലാസ്റ്റ് വണ്ടിയാണിത്. നമ്മുടെ KL55 തിരൂർ തന്നെ രജിസ്ട്രേഷനിൽ വരുന്ന നമ്മുടെ നാട്ടുകാരനായ വണ്ടിയാണ്. KL55Q 2014 മോഡലിൽ നിൽക്കുന്ന ഡബിൾ ഗണ്ണുള്ള ബജാജിൻ്റെ കുട്ടി ഡീസലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ നമ്മുടെ കാലിൽ ക്ലച്ച് വരുന്ന ആ ഒരു ലാസ്റ്റ് മോഡലാണിത്. ഇതിന് ശേഷം ഫുള്ള് കൈമ ക്ലച്ചാണ് വണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ കാലുമ ക്ലച്ചിൽ ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു വേരിയൻ്റാണ്. 2014 മോഡൽ കംപ്ലീറ്റ് ഒരു വർഷത്തെ ഫുള്ള് പേപ്പർ എടുത്ത് കൊടുക്കുന്ന വണ്ടിയാണ്. ഇതും നമുക്ക് കംപ്ലീറ്റ് ബോഡിയൊക്കെ ഇറക്കിയിട്ട് ഫുള്ള് പാച്ച് വർക്ക്, പെയിൻറ്റിങ്, സീറ്റ് വർക്ക്, ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ള വർക്കാണ്. ജസ്റ്റ് ഒരു വർക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തള്ളാൻ പറ്റില്ല. കാരണം നല്ല ക്വാളിറ്റി ഉള്ള നല്ല വൃത്തിയുള്ള വർക്ക് തന്നെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു കോംപ്രമൈസോ ഇല്ല. നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് കാണുന്ന ഒരു ഇതുകൊണ്ടാണ് പറയുന്നത്. ധൈര്യത്തിലെടുത്ത് കൊണ്ടുപോകാം. അതുപോലെ പെയിൻറ്റിംഗ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പെയിൻറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. റൂട്ട്സിൻ്റെ ഹോൺ, അതുപോലെ സൈഡ് ബമ്പറുകൾ, പൈപ്പുകൾ, ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു പൈപ്പ്, പരുന്ത്, ബാക്ക് ബമ്പർ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യണ്ട. നമുക്ക് അത്യാവശ്യം വൃത്തിയിൽ കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ ഒരുപാട് കാലം ഇതേപോലെ കൊണ്ടു നടക്കാം. ഇപ്പോൾ 2014 മോഡൽ നിൽക്കുന്ന ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന വില 1.5 ലക്ഷമാണ്. അതിൽ അടവ് ഇവിടുന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നെഗോഷ്യബിൾ ആണ്. അപ്പോൾ വേറെ വില കേട്ടിട്ട് അത്രയും വില ഉണ്ടോയെന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് പ്രത്യേക അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെന്ന് നമ്മൾ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് വന്നിട്ട് വണ്ടി എടുക്കാം. ഓക്കെ, അപ്പോൾ നിലവിൽ നമ്മൾ ഇന്നത്തെ കളക്ഷനോടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും നമ്മുടെ ചാനൽ ട്യൂൺഡ് ആയിട്ട് ഇരിക്കുക. കാരണം നമ്മുടെ ചാനലിൽ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വരും. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്കാൻ്റെ പേരെന്തായിരുന്നു? റഷീദ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നാഷണൽ യൂസ്ഡ് വെഹിക്കിളിൻ്റെ ഓണറാണ് റഷീദൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവില്ലല്ലേ? ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അപ്പോൾ ഇക്ക പറഞ്ഞത് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. അത് ചോദിച്ച് മേടിച്ചോളാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.